സാർ, ഇപ്പോൾ ഈ സുകുമാർ അഴീക്കോട് ഒരു കാലത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് പ്രസംഗിക്കുമായിരുന്നു. ആനുകാലിക വിഷയങ്ങളെല്ലാം തന്നെ സംസാരിക്കും, സർക്കാരിനെയും പ്രതിപക്ഷത്തെയൊക്കെ നിശിതമായി വിമർശിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സാഹിത്യകാരന്മാരുണ്ടായിരുന്നു, സാംസ്കാരിക നായകരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മലയാളത്തിൽ അത്തരത്തിലുള്ള ആളുകളെ ആരും ഗൗനിക്കുന്നില്ല. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പോലും ചോദിക്കാൻ ആരും ചെല്ലുന്നില്ല. അപ്പോൾ ചില കാര്യങ്ങളിൽ ചില ഭരിക്കുന്ന പാർട്ടികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ചില സാംസ്കാരിക നായകരെ നമ്മൾ കാണുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവരൊക്കെ എവിടെ പോയി? അല്ല, ഒരു കാര്യമുള്ളത്, ഈ പല രംഗങ്ങളിലും എന്ന രീതിയിൽ ഈ സാഹിത്യ രംഗത്തും ഒരു വിശ്വാസ്യതയുടെ തകർച്ച സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ സുകുമാർ അഴീക്കോടിന് മുമ്പ് ഒക്കെ വലിയ പ്രഭാഷകരൊക്കെ ഉണ്ടായിരുന്നു. MP മൻമോഹൻ സാറ് വലിയ പ്രഭാഷകനായിരുന്നു. മൻമോഹൻ സാറിൻ്റെ പ്രസംഗം അന്ന് പ്രസിദ്ധമായിരുന്നു. മുണ്ടശ്ശേരി മാഷുടെ പ്രസംഗം, മുണ്ടശ്ശേരി മാഷ് പകുതി പ്രശ്നങ്ങൾ പ്രസംഗിച്ചായിരുന്നു പരിഹരിച്ചിരുന്നത് എന്നൊരു തമാശ പറയാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ വാഗ്ഭടാനന്ദ സ്വാമികളുടെ പ്രസംഗം, അങ്ങനെ വലിയ വലിയ പ്രഭാഷകരുണ്ടായിരുന്നൊരു കാലമാണ്. വാഗ്ഭടാനന്ദ സ്വാമികളുടെ ശിഷ്യനാണ് അഴീക്കോട് സാറ്. അപ്പോൾ അതാണ് ആ പ്രസംഗത്തിൻ്റെ പ്രത്യേകത. പിന്നെ അതിനേക്കാളെല്ലാം ഉപരി ഈ സാഹിത്യം ജനകീയമാവുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ജനങ്ങളുടെ എഴുത്തുകാരൻ ജനങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും ബാധിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളെക്കുറിച്ച് ജനപക്ഷത്ത് നിന്ന് അഭിപ്രായം പറഞ്ഞിരുന്നൊരു കാലമായിരുന്നു അത്. ആ കാലത്ത് സാഹിത്യകാരന്മാർക്കൊരു വിലയുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം നാട്ടും പുറത്ത് എന്ത് പരിപാടി നടന്നാലും അതിൻ്റെ അവിഭാജ്യ ഘടകമായി 5-8 സാഹിത്യകാരന്മാരുണ്ടാകുന്നത് നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, വളരെ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാകും. ഇന്നിപ്പോൾ ആരും സാഹിത്യകാരന്മാരുടെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളെക്കുറിച്ച് അന്വേഷിക്കാറില്ല, അത് പറയാറില്ല. അതിൻ്റെ ഒരു കാരണങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അതിൽ ഒരു അഭിപ്രായം പറയാൻ ഇവരാരും തയ്യാറാവുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അങ്ങനെ ജനങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ഒന്നും പറയാത്തവരെ ജനങ്ങൾ എന്തിനു ശ്രദ്ധിക്കണം? പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാഹിത്യം വളരെ അക്കാദമിക്കായിട്ട് മാറി എന്നതും കൂടിയുണ്ട്. പുതിയ പുതിയ രൂപമാറ്റങ്ങളിലും പുതിയ പുതിയ പരിഷ്കാരങ്ങളും പുതിയ പുതിയ ആശയങ്ങളും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ആശയത്തിൻ്റെയും പരിഷ്കാരത്തിൻ്റെയും അനുകർത്താക്കളായിട്ട് ഇവിടെ സാഹിത്യകാരന്മാർ വരുന്നൊരു രീതിയായിരുന്നു. ഇപ്പോൾ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ എല്ലാ ചെറുകഥകളിലും, അന്ന് ഏറ്റവും വലിയ സാഹിത്യ മാസിക മാതൃഭൂമി, എല്ലാ ചെറുകഥകളിലും വരുന്ന നായികയുടെ ലക്ഷണം വെളുത്തു കൊലുന്നനെ എന്നാണ്. വെളുത്തു കൊലുന്നനെയുള്ള സുന്ദരി, വെളുത്തു കൊലുന്നനെയുള്ള സുന്ദരി, അനുപമ വെളുത്തു കൊലുന്തനെയുള്ള സുന്ദരി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവളുടെ ഇതാണ്. വെളുത്തു കൊലുന്തനെ അല്ലാത്ത സൗന്ദര്യമില്ല എന്ന് അന്നത്തെ സാഹിത്യകാരന്മാരും വിശ്വസിച്ചിരുന്നു. അതിനെ പരിഹസിച്ചുകൊണ്ട് എൻ്റെ അധ്യാപകനായിരുന്ന പ്രശസ്ത എഴുത്തുകാരൻ കൂടിയായിരുന്ന ടി രാമേന്ദ്രൻ എന്ന് പറഞ്ഞ TR ഈ കമ്പനികളുടെ പുകക്കുഴലുകളെ പുള്ളി വിശേഷിപ്പിച്ച് വെളുത്ത് കൊലുന്നനെയുള്ള പുകക്കുഴലുകൾ ഇങ്ങനെ ഉയർന്നു കണ്ടിരുന്നു എന്നാണ് പരിഹസിച്ചാണ് കാരണം അങ്ങനെയാണ് ഇവരൊരു സങ്കല്പം രൂപപ്പെട്ടൊക്കെ വരുന്നിരുന്നത്. അവിടെയും സാധാരണക്കാരൻ വന്നില്ല. അങ്ങനെയുള്ള വെളുത്ത് കൊലുന്നനെയുള്ള സുന്ദരിമാരെക്കുറിച്ച് കഥകൾ എഴുതി വരുന്നവരും കവിതകൾ എഴുതി വന്നവരും എല്ലാം ആധുനികരായി. കരിമാടിക്കുട്ടന്മാരെക്കുറിച്ച് പറഞ്ഞ ചാങ്ങാമ്പുഴ പിന്തിരിപ്പനുമായി, റൊമാൻറ്റിക്കുമായി. അപ്പോൾ ഈ ചങ്ങമ്പുഴയെ ആളുകൾ നെഞ്ചലേറ്റാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കാലത്ത് ഒരു പുലയനായ ഒരു കൃഷിക്കാരൻ്റെ ഒരു വാഴ വെച്ച് ആ വാഴ അവന് നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള അവൻ്റെ അനുഭവങ്ങൾ ഒരു കാവ്യ വിഷയമാണെന്നും അത് പറഞ്ഞാലും കവിത ഉണ്ടാകുമെന്നും സ്ഥാപിച്ചു. ഈ അക്കാദമിക സാഹിത്യം കടന്നു വന്നപ്പോഴേക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, വിദേശത്തുണ്ടാകുന്ന ഏതെങ്കിലും ഒരു ആശയത്തിനനുസരിച്ച് ഇവിടെ പേന ഉന്തിക്കഴിഞ്ഞാൽ അതാണ് സാഹിത്യമെന്ന് വന്ന്. ഇപ്പം അമ്മ മരിച്ചു ഇന്നലെയോ ഇന്നോ എന്ന് ചോദിക്കുന്ന രീതിയിൽ
ആ അസ്തിത്വവാദത്തിന് എന്തൊരു പ്രചാരകരാണ് ഉണ്ടായതെന്നറിയാമോ? ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് സാഹിത്യകാരന്മാരിൽ മുക്കാലേ മുണ്ടാണിയും അസ്തിത്വവാദികളായിരുന്നു. അന്ന് അസ്തിത്വവാദത്തിൽ പെടാതെ കഥകൾ എഴുതിക്കൊണ്ടിരുന്നത് എം ടി വാസുദേവൻ നായരാണ്. എം ടി വാസുദേവൻ നായർക്ക് അസ്തിത്വവാദം ഉണ്ടായിരുന്നില്ല. ഒ വി വിജയനും അസ്തിത്വവാദം, ഒ വി വിജയൻ അസ്തിത്വവാദി എന്ന് വിശേഷിപ്പിക്കുന്നത് അസ്തിത്വവാദം എന്താണെന്ന് അറിയാത്തവരാണ്. പക്ഷേ അസ്തിത്വവാദത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇവിടെ വന്നത്. അസ്തിത്വവാദവും നമ്മുടെ ജനജീവിതവും തമ്മിൽ എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ല. പക്ഷേ അത് വേണ്ടി എഴുതുന്നതാണ് സാഹിത്യം. അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി എഴുതുന്നതാണ് സാഹിത്യം, അതിവിടെ കൊണ്ടുവന്ന് എഴുതുന്നതാണ് സാഹിത്യം എന്ന ഒരു പ്രശ്നം വന്ന സമയത്ത് ജനങ്ങളിൽ നിന്ന് സാഹിത്യകൃതികൾ ക്രമേണ അകന്നു പോയി എന്നുള്ളതാണ് വസ്തുത. ഇന്ന് ആ അകൽച്ച പൂർണ്ണമാണ്. ഈ സാഹിത്യകാരൻ്റെ വാക്കിന് ഏറ്റവും കൂടുതൽ വില നൽകപ്പെട്ട ഒരു കാലത്ത് റഷ്യയിലുണ്ടായിരുന്ന ഡോസ്റ്റോവസ്കിയുടെ അവസാനത്തെ പ്രസംഗമുണ്ട്. ഡോസ്റ്റോവസ്കി ഈ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റും ഇഡിയറ്റും ബ്രദേഴ്സ് കാരമസവും നിന്ദിതരും പീഡിതരും പിന്നെ ഈ വൈറ്റ് നൈറ്റ്സും ഇങ്ങനെയുള്ള കൃതികളൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു വിശ്വവിഖ്യാതമായ പ്രസംഗം നടത്തി. ആ പ്രസംഗം നടത്തി കഴിഞ്ഞപ്പോഴേക്കും ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ദീർഘകാലത്തെ വൈര്യമുണ്ടായിരുന്നവർ വൈര്യം മറന്ന് കെട്ടിപ്പിടിച്ചിട്ട് അവർ പൊട്ടിക്കരഞ്ഞു. അങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു അതാണൊരു എന്താ പറയുക, ഒരു ധാർമ്മികതയെന്നോ ആധ്യാത്മികതയെന്നോ ഒക്കെ പറയുന്ന തരത്തിൽ അത്രയേറെ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന സാഹിത്യം. ഇത് നിങ്ങൾ അങ്ങനെയുള്ളൊരു എഴുത്തുകാരനെ പറഞ്ഞു തരൂ. സാർ, പണ്ടൊക്കെ നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ തന്നെ ബഷീറിൻ്റെ കൃതികൾ വായിച്ചുകൊണ്ടായിരിക്കും. കുറച്ച് എളുപ്പമാണ്, നല്ല ഭാഷ. അത് കഴിഞ്ഞ് നമ്മൾ എം ഡി എ കുറച്ചുകൂടെ വലുതാകുമ്പോൾ എം ഡി എ വായിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എസ് കെ പൊറ്റക്കാടിനെ വായിക്കുന്നു. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇനി ഡിറ്റക്റ്റീവ് നോവലുകളിലേക്ക് ഉൾപ്പെടെ പോകുന്നു. പിന്നെ മുട്ടത്ത് വർക്കിയെ വായിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെയുള്ള പുനത്തിൽ കുഞ്ഞബ്ദുള്ള, സുഗതകുമാരി, മാധവിക്കുട്ടി. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനെ ഒരു ദിശാബോധം ആരും പകർന്നു കൊടുക്കാത്തതുകൊണ്ടാണോ സാഹിത്യത്തിൽ നിന്ന്? അല്ല, അതുകൊണ്ടല്ല. ഇന്നത്തെ തലമുറയെ സ്വാധീനിക്കുന്ന തരത്തിൽ എഴുതാൻ ഇവർക്ക് കഴിയുന്നില്ല. വേറെ ഒരു പ്രശ്നമില്ല. തലമുറയുടെ കുഴപ്പമില്ല. ഇവർക്ക് കഴിയുന്നില്ല അവരെ സ്വാധീനിക്കുന്ന വിധത്തിൽ എഴുതാനായിട്ട്. രണ്ടാമതൊന്ന് വായിച്ച് നോക്കാൻ കഴിയണ്ടേ? രണ്ടാമതൊന്ന് വായിക്കാൻ നമ്മെ പ്രേരിപ്പിക്കണ്ടേ? അതിനുള്ള ഭാവന വരുന്നില്ല, അതിനുള്ള ജീവിതമില്ല. ഭാവന മാത്രമല്ല, ജീവിതമില്ല. മറ്റേ ഡോസ്റ്റോവസ്കി അങ്ങനെയല്ല, അല്ലെങ്കിൽ ടോൾസ്റ്റോയി അങ്ങനെയല്ല, വിക്ടർ ഹ്യൂഗോ അങ്ങനെയല്ല, കസാൻസാക്കിസ് അങ്ങനെയല്ല. ഓരോ സന്ദർഭത്തിലും അത് വരെയാണ്. കസാൻസാക്കിസിൻ്റെ ഗോഡ്സ് പോപ്പർ എന്ന, എൻ്റെ അഭിപ്രായത്തിൽ കസാൻസാക്കിസ് ആ ഗോഡ്സ് പോപ്പർ എന്ന് പറയുന്ന കൃതി എഴുതുന്നതിന് വേണ്ടി നടത്തിയ മുന്നൊരുക്കങ്ങളാണ് ബാക്കി അദ്ദേഹത്തിൻ്റെ മുഴുവൻ കൃതികളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്ര ഗംഭീരമായൊരു വർക്കാണ് ഗോഡ്സ്. ദൈവത്തിൻ്റെ പാപ്പര്. ഈ ആത്മാവിൽ നിസ്വനാകുന്നത് എങ്ങനെ എന്ന്, ആത്മാവിൽ നിസ്വനാകുന്നവർ മാത്രം ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന യേശുവാക്യം ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്ന് പരീക്ഷിച്ച് അറിയുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം എഴുതുകയാണ്. അത് ചെറിയ കാര്യമല്ല. അത് വരുന്ന സമയത്ത് ആളുകളെ ഇത് അവരെയും ബാധിക്കും. ഇത് എല്ലാം ഉപേക്ഷിച്ച് പോകുമ്പോൾ നിൻ്റെ വസ്ത്രം ഞാൻ തന്നതാണെന്ന് പറയുമ്പോൾ ആ വസ്ത്രവും ഉപേക്ഷിച്ചിട്ട് ഒരുത്തിന് ഇറങ്ങിപ്പോരെയാണ് പ്രഭുകുമാരൻ. അങ്ങനൊരു സാഹിത്യം ഇപ്പം ഇല്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സാഹിത്യം മറ്റതങ്ങനെയല്ല. മറ്റത് ജനങ്ങളുടെ പ്രശ്നങ്ങളും ജനജീവിതവും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഈ മലയാള സാഹിത്യകാരൻ, മലയാള കവികളാണ് ജനകീയമാക്കിയതിൽ നല്ല ഒരു പങ്ക് വഹിച്ച ആളാണ് കടാമംഗലം സദാനന്ദൻ. മലയാളത്തിൽ ചങ്ങമ്പുഴ, രമണനും വാഴക്കുലയും കരുണയും അടക്കമുള്ള എത്രയോ അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗങ്ങൾ. കരുണയൊക്കെ നമ്മൾ എത്ര വട്ടം കേട്ടിട്ടുണ്ട്. വിശ്വസാഹിത്യത്തിലുള്ള വലിയ ക്ലാസിക്കുകൾ എടുത്തിട്ട് സാധാരണ മനുഷ്യർക്ക് അത് പരിചയപ്പെടുത്തി കൊടുത്തത് സാംബശിവനാണ്. അതെ. അതുപോലെ ഈ രണ്ട് കൃതികളെയും, ചങ്ങമ്പുഴയുടെയും മറ്റുള്ളവരുടെയും, ആയിഷയും ഒക്കെ
വയലാറിൻ്റെയോ ഒക്കെ കൃതികളെടുത്തിട്ട് അത് മനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുത്തതും ഈ കഥാപ്രസംഗം എടക്കൊച്ചി പ്രഭാകരനൊക്കെയാണ്. അവരുടെ ഒരു സംഭാവന ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ല. ഇപ്പോൾ കഥാപ്രസംഗം എന്ന് പറഞ്ഞ സംഗതിയില്ല. അന്ന് അതൊരു വിദ്യാഭ്യാസത്തിൻ്റെ മീഡിയം കൂടിയായിരുന്നു. കാരണം ഈ കവികളൊക്കെ ഇവിടെ ഉണ്ട്. അവരുടെയൊക്കെ അതിനകത്ത് ജി ശങ്കരക്കുറുപ്പുണ്ട്, തുഞ്ചത്തുണ്ട്, എഴുത്തച്ഛനുണ്ട്, പൂന്താനമുണ്ട്, ചെറുശ്ശേരിയുണ്ട്, കുഞ്ചൻ നമ്പ്യാരുണ്ട്. ഇങ്ങനെ ഓരോരുത്തർ വരെയാണ്. അപ്പോൾ അത് പറയുന്ന സമയത്ത് അഞ്ചിക്കുഴഞ്ഞ് നീ ആടു ഗുണമിളിത് കുഞ്ചൻ്റെ തുള്ളലിൽ മണി കൊട്ടിയ കവിതേ, അതൊക്കെ പാടിയിട്ട് അങ്ങനെ ഈ ഈ കവികളെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും അവർക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിലത് പറയാനുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഏത് സാഹിത്യകാരനാണ് ഇന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെന്ന് നിങ്ങളോട് പറയുന്നത്? സ്പാനിഷിലേക്കുള്ള തർജ്ജിമയ്ക്ക് പാവങ്ങളുടെ ആ തർജ്ജിമയ്ക്ക് എഴുതിയ ആമുഖത്തിൽ വിക്ടർ ഹ്യൂഗോ പറഞ്ഞിട്ടുണ്ട്, ഇത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി എഴുതുകയാണ്. എവിടെയെല്ലാമാണോ സ്ത്രീകൾക്ക് ദാരിദ്ര്യം മൂലം അവരുടെ ചാരിത്രം നഷ്ടപ്പെടുത്തേണ്ടി വരുന്നത്, എവിടെയെല്ലാമാണോ ദാരിദ്ര്യം കൊണ്ട് കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുന്നത്, എവിടെയെല്ലാമാണോ ദാരിദ്ര്യം കൊണ്ട് പുരുഷന്മാർക്ക് ആത്മാഭിമാനം നഷ്ടമാകുന്നത്, അവിടെയെല്ലാം ഈ കൃതി കടന്നു ചെന്നിട്ട് അവരുടെ വാതിലിൽ മുട്ടി വിളിച്ചുകൊണ്ട് അവരോട് പറയും, നിങ്ങൾക്കുള്ള രക്ഷ ഇതിലുണ്ട് എന്ന്. ഇങ്ങനെ എഴുതാൻ പറ്റിയ ഒരു എഴുത്തുകാരനെ നിങ്ങൾ മലയാളത്തിൽ ഇപ്പോൾ കാണിച്ചത്. എന്നിട്ട് നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇവരോട് താല്പര്യമില്ലാത്തതെന്ന്. അസാധ്യമാണ് അങ്ങനെയുള്ള കണ്ടെത്തുക എന്ന് പറയുന്നത്. ജനങ്ങളുടെ ഞാൻ എന്ത് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തെ സ്പർശിക്കില്ലെങ്കിൽ പിന്നെ തനിക്ക് എന്ത് താല്പര്യം ഇതിനകത്ത്? ശരിയാ. താൻ വായിക്കുമോ? വായിക്കില്ല. തൻ്റെ ജീവിതത്തെ ഇത് സ്പർശിക്കുമെന്ന് തോന്നുമ്പോഴല്ലേ താൻ വായിക്കുന്നത്. ചങ്ങമ്പുഴയുടെ രമണനടക്കം, കാരണം ഒരു അതിദരിദ്രനും ഒരു അതിസമ്പന്നയും കൂടി ഉള്ളൊരു പ്രണയം വന്നു കഴിഞ്ഞാൽ അത് അവസാനം ചോരയിലേ അവസാനിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രണയത്തിൻ്റെ ആ പ്രണയത്തിലുള്ളൊരു ആഹൂതിയുണ്ട് ജീവിതത്തിൻ്റെ. ആ ആഹൂതി കണ്ട് അമ്പരന്നവരാണ് അന്നത്തെവർ. അവരിത് രണ്ടും കണ്ടിട്ട് നിൽക്കുകയാണ്. ചെറ്റക്കുടിലും മണിമാളികയും തമ്മിലുള്ളൊരു ആന്തരം കണ്ടിട്ട് ആ ആന്തരത്തിനടക്ക് ഞങ്ങളുടെ ജീവിതം എവിടെയെന്ന് കണ്ടെത്തിയ മനുഷ്യരോട് ചങ്ങമ്പുഴ സംവദിച്ചു. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നവൻ്റെ ആത്മവീര്യം എഴുത്തച്ഛൻ്റെ കൃതികളിൽ കണ്ട്. അപ്പോൾ അവരുടെ പുറകെ ആളുകൾ പോയി. ഇവിടെ ഇന്നിപ്പോൾ എന്താ എഴുതുന്നതെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ സൈക്കോളജി തലത്തിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിച്ചു. അപ്പോൾ ലാരി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും ചേർന്ന് എഴുതിയ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് നമ്മൾ വായിക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് അതില്ല. പകരം ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ് സീരീസ് വരുന്നു, ഒരു അവരത് കാണുന്നു. അപ്പോൾ അത് കാണാം. എന്താണ് അപ്പോൾ ഈ വായന എന്ന് പറയുന്ന ഒരു ശീലത്തിൽ നിന്ന് മാറി കാഴ്ചയിലേക്ക്. അല്ല, കാഴ്ചയോടൊപ്പം അവർ വായിക്കുന്നുമുണ്ട്. അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ, അതിനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായല്ലേ. അതാണ് പ്രശ്നം. പിള്ളേർ വായിക്കുന്നില്ല എന്ന് പറയരുത്, അവർ വായിക്കുന്നുണ്ട്. അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ. സാഹിത്യം അവർ വായിക്കുന്നില്ലെങ്കിൽ സാഹിത്യം അവർക്ക് താല്പര്യമുള്ള വിഷയമായിട്ട് മാറുന്നില്ല എന്നാണ് അതിനർത്ഥം. അവരെ കുറ്റം പറയരുത്. അപ്പോൾ സംസ്കാരത്തിൽ നിന്ന് അവർ അകലുന്നു എന്നൊരർത്ഥം കൂടി ഇല്ല. അല്ല, അവർ വേറൊരു സംസ്കാരം സൃഷ്ടിക്കുകയാണ്. അവർ ക്ലാസിക്കുകൾ വായിക്കുന്നുണ്ടല്ലോ, അവർ ഷേക്സ്പിയർ വായിക്കുന്നില്ലേ? ഇപ്പോഴും വായന ഗൗരവത്തിലെടുത്തവൻ ഡോസ്റ്റോവസ്കിയെ പിന്നാലെ പോയിട്ട് വായിക്കുന്നില്ലേ? ഡോസ്റ്റോവസ്കി ഒരുത്തനെ പിടികൂടിക്കഴിഞ്ഞാൽ അത് ആവാഹിച്ചെടുക്കുകയാണ്. ഡോസ്റ്റോവസ്കിയിൽ കൈവശം കിട്ടുകയാണ്. അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഷേക്സ്പിയറേയും ഷെല്ലിയെ നെരുതയൊക്കെ വായിക്കണമെങ്കിൽ സാഹിത്യത്തിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് ഒരു കുറച്ച് പേരല്ലേ അങ്ങോട്ട് പോകുന്നുള്ളൂ. അത്രയും മതി. അല്ലാത്തവരുടെ ജീവിതത്തെക്കുറിച്ച് ഇത് ബാധിക്കുമെന്നുള്ളവരാണ് ഗൗരവത്തിൽ ഇത് കൈകാര്യം ചെയ്യുന്നത്. സാഹിത്യ വിദ്യാർത്ഥികൾ അല്ലാതെ ഷേക്സ്പിയറെ വായിക്കുന്ന എത്രയോ പേരുണ്ട്. ഷേക്സ്പിയറുടെ നാടകങ്ങൾ കാണുന്നവർ അവരൊക്കെ സാഹിത്യ വിദ്യാർത്ഥികളാണ്, അല്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇതകന്നു പോയി കഴിഞ്ഞാൽ അവന് ഞാൻ ഒരു കാര്യം പറയട്ടെ. രമണനെക്കുറിച്ച് ഒരു മലയാള വാക്യം എഴുതി കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ വായന നിർത്തിക്കളഞ്ഞത്.
കീഴാള പരിപ്രേക്ഷ്യത്തിൽ അന്യവൽക്കരിക്കപ്പെട്ട് ചരിത്രവൽകൃതമായ ഒരു പ്രണയകർത്തൃത്വവും മേലാള പരിപ്രേക്ഷ്യത്തിൽ ഈ വിധമൊക്കെ ചെയ്ത മറ്റൊരു പ്രണയകർത്തൃത്വവും പ്രണയ നിർമ്മിതിയിൽ ഏർപ്പെടുകയാണല്ലോ രമണനിൽ സംഭവിക്കുന്നത്. വല്ലതും മനസ്സിലായ? എനിക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ മലയാളം എഴുതിയിട്ട് അത് നിങ്ങൾ വായിക്കണം എന്ന് പറഞ്ഞ് മനുഷ്യരെ ശിക്ഷിക്കരുത്. ബുദ്ധിജീവി. അപ്പം ഞാൻ അന്ന് അതിൻ്റെ മുതലാളിയായിരുന്ന വീരേന്ദ്രകുമാർ സാറിന് എഴുതി, സാറേ ഒന്നുകിൽ ഞാൻ പഠിച്ചത് മലയാളമല്ല, അല്ലെങ്കിൽ ഇപ്പം എഴുതുന്നത് മലയാളമല്ല, എനിക്ക് മനസ്സിലാകാത്ത ഒരു വാരിക ഞാൻ വായിക്കണം എന്ന് ശടിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ വായന അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ച് കളഞ്ഞാണ്. അപ്പോൾ അങ്ങനത്തെ ഈ മലയാള ഭാഷ കൂടോത്രമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ആ കൂടോത്രത്തിൻ്റെ പിന്നാലെ നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പോരില്ല. അതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. നല്ല സാഹിത്യകാരന്മാർ, നല്ല സാഹിത്യകൃതികളൊക്കെ ഇനി ഉണ്ടാകുമോ എന്ന് നമുക്ക് പ്രതീക്ഷ. അല്ല, അത് വരും. ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരെഴുതി കഴിഞ്ഞാൽ അത് വായിക്കാൻ ആളുകളുണ്ടാവും. നമുക്ക് കാത്തിരിക്കാം. അത് വരും, വരാതിരിക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.